പ്രിയ കൂട്ടുകാരെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4ാം സെമസ്റ്റർ സാഹിത്യവും മാനവികതയും VSc BA സിലബസിൽ പഠിക്കാനുള്ളൊരു പാഠഭാഗമാണ് യാതനയുടെ പുഴക്കരെ പച്ചപ്പ് കത്തി നിൽക്കുന്നു എന്നുള്ള ആത്മകഥയുടെ ഭാഗം. ആ പാഠഭാഗം പരിശോധിക്കുന്നതിൻ്റെ മുൻപ് പുനരുജ്ജീവനം, അനുകൂലന ശേഷി എന്ന ഒരു ഭാഗം കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. എന്താണ് പുനരുജ്ജീവനം? അതായത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്ന് പെട്ടെന്ന് കരകയറാനും പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങാനുമുള്ള കഴിവ് എന്നാണ് റെസിലിയൻസ് അഥവാ പുനരുജ്ജീവനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉൾക്കരുത്ത്, മാനസിക ബലം, പ്രതിരോധശേഷി എന്നെല്ലാം ഇതിനെ പറയാം. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള മാനസികവും ശാരീരികപരമായിട്ടുള്ള കഴിവിനെയാണ് പുനരുജ്ജീവനം എന്നുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. സമാനമായ ഒന്ന് തന്നെയാണ് അഡാപ്റ്റബിലിറ്റി. പ്രതികൂല സാഹചര്യങ്ങൾ മുന്നിലെത്തുമ്പോൾ അതിനനുസൃതമായി ജീവിത സമീപനത്തിൽ പുനഃക്രമീകരണം വരുത്താനും അങ്ങനെ മുന്നോട്ട് പോകാനും സാധിക്കുന്ന അവസ്ഥയാണ് അനുകൂലന ശേഷി അഥവാ അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. ഈ ഒരർത്ഥത്തിൽ ഭൂമിയിലെ ജീവിതം തന്നെ അനുകൂലന ശേഷിയുടെ അതിജീവനമാണെന്ന് ഡാർവിൻ്റെ സിദ്ധാന്തമൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രതിസന്ധികളോട് പൊരുതുവാനുള്ള ഊർജം കൈമുതലായുള്ളവർ മാത്രം അതിജീവിക്കുകയും ശേഷിക്കുന്നവർ തകർന്നു പോവുകയും ചെയ്യുന്ന ഒരു കാഴ്ച നാം നിത്യവും കാണുന്നുണ്ട്. പുതിയൊരു കാലത്ത് ഏതൊരാൾക്കും ജീവിത വിജയത്തിന് അനിവാര്യമായ ഒരു ഗുണമാണ് അതിജീവനശേഷി. ജീവിതം അഭിമുഖീകരിക്കുന്ന തിരിച്ചടികളിലും പ്രതിസന്ധികളിലും സമ്മർദ്ദത്തിലും തളരാതെ മുന്നോട്ട് പോകാനുള്ള മാനസിക ശേഷിയാണ് അതിജീവനശേഷി എന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. തോൽക്കാതിരിക്കലല്ല, തോൽവിയെ വിജയത്തിനുള്ള ഉപാധിയായി കാണാനുള്ള കഴിവാണിത് എന്ന് നാം മനസ്സിലാക്കണം. അത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിലെ തകർന്നു പോകാതെ ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ ശ്രമിച്ച ഒരു മാതൃകാ പാഠഭാഗമാണ് യാതനയുടെ പുഴയ്ക്കക്കരെ പച്ചപ്പ് കത്തി നിൽക്കുന്നു എന്നുള്ളത്. നമുക്കറിയാം, അഭിനേതാവും എഴുത്തുകാരനും മുൻ MLA ഇന്നസെൻറ്റിൻ്റെ ക്യാൻസർ അനുഭവങ്ങളുടെ ഓർമ്മക്കുറിപ്പാണ് ആ പാഠ്യഭാഗം എന്നുള്ളത്. ഇന്നസെൻറ്റിൻ്റെ ക്യാൻസർ വാർഡിലെ ചിരി എന്ന ആത്മകഥയിലെ ഒരധ്യായമാണ് യാതനയുടെ പുഴയ്ക്കക്കരെ പച്ചപ്പ് കാത്തു നിൽക്കുന്നു എന്നുള്ളത്. ഇന്നസെൻ്റ് ക്യാൻസർ ബാധിതനായി ചികിത്സയിൽ തുടരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും ക്യാൻസർ സ്ഥിരീകരിക്കുന്നു. ക്യാൻസർ എന്ന രോഗം സാധാരണ നിലയിൽ ഏവരെയും തളർത്തിക്കളയുന്നൊരു രോഗമാണ്. ശാരീരികം എന്നതിനേക്കാൾ അപ്പുറം മാനസികമായും അവരെ തളർത്തും. രോഗം മാത്രമല്ല, ചികിത്സാരീതികളും വേദനാജനകവും അസ്വസ്ഥവും ഉളവാക്കുന്നവയാണ്. വലിയ സാമ്പത്തിക ബാധ്യത വരുത്തി വയ്ക്കുന്ന ഒരു ചികിത്സാ സമ്പ്രദായം കൂടിയാണ് അതിനുള്ളത്. അത്തരം ഒരു രോഗമാണ് ഭാര്യയ്ക്കും ഭർത്താവിനും ഒരേ കാലത്ത് വരുന്നത്. തങ്ങൾ ആ രോഗകാലത്തെ മുറിച്ചു കടന്നതിൻ്റെ സരസമായിട്ടുള്ള വിവരണമാണ് ഈ അധ്യായം. നമുക്കറിയാം, മലയാളത്തിലെ ഏറ്റവും ഹാസ്യ താരങ്ങളിൽ ഒരാളാണ് ഇന്നസെൻ്റ്. അദ്ദേഹം അർബുദത്തെ നേരിട്ട വിധമാണ് ആത്മകഥയുടെ പ്രമേയം. ആ നിലയിൽ ക്യാൻസർ വാർഡിൽ ചിരി എന്ന ആത്മകഥ എന്നതിനേക്കാൾ അനുഭവക്കുറിപ്പുകൾ എന്ന് വിശേഷിപ്പിക്കുന്നതാവും നന്നാവുക. അസുഖബാധിതനായിരിക്കെ സിനിമയിൽ നിന്ന് നീണ്ട അവധിയെടുക്കുകയും രോഗശമനത്തിനായി ചികിത്സയ്ക്ക് വിധേയനാവുകയും ചെയ്ത ജീവിതഘട്ടത്തെ ഹാസ്യാത്മകമായി നോക്കിക്കാണുകയാണ് ഈ ആത്മകഥയിൽ. അർബുദം പോലെ രോഗത്തെ നേരിടണമെങ്കിൽ അസാമാന്യമായിട്ടുള്ള ഇച്ഛാശക്തി കൂടി ആവശ്യമുണ്ട്. ഇച്ഛാശക്തിയുടെ മനസ്സാന്നിധ്യത്തിൻ്റെ പ്രതീകം കൂടിയായി ഇന്നസെൻ്റ് മാറുന്നുണ്ട് ഈ ആത്മകഥയിൽ.
തൊണ്ടയിൽ ബാധിച്ച അർബുദത്തെ ഭേദമാക്കാനായി നടന്ന ചികിത്സകളും അതിൻ്റെ അനുഭവങ്ങളും നേർത്ത ചിരിയോടെ ഇന്നസെൻ്റ് ഈ ആത്മകഥയിൽ കോറിയിടുന്നു. ക്യാൻസർ വാർഡിൽ ചിരി എന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥയ്ക്ക് ആമുഖക്കുറിപ്പ് എഴുതിയത് അർബുദ ചികിത്സാ വിദഗ്ധനായ ഡോക്ടർ ഗംഗാധരനാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഇന്നസെൻ്റ് എന്നാൽ ഇപ്പോൾ ക്യാൻസറിനുള്ള ഒരു മരുന്നാണെന്ന്. ഇന്നസെൻ്റ് അർബുദത്തെ നേരിട്ട രീതിയെ ഡോക്ടർ അത്ഭുതപൂർവ്വം കാണുന്നുണ്ട്. സാധാരണഗതിയിൽ ക്യാൻസർ ബാധിച്ച മനുഷ്യർ എത്തിപ്പെടാറുള്ള വിഷാദാവസ്ഥയോ നൈരാശ്യമോ ഇന്നസെൻറ്റിന് തെല്ലും ബാധിച്ചിരുന്നില്ല എന്ന് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തുന്നു. രോഗത്തെ തനിക്ക് മറികടക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിൻ്റെ മൂർദ്ധരൂപമായി ഇന്നസെൻ്റ് മാറിയെന്നും ക്യാൻസർ രോഗികൾക്ക് ആവശ്യം വേണ്ടത് ഇത്തരം ആത്മവിശ്വാസമാണെന്നും ഡോക്ടർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഒരവധിക്കാലം പോലെ ചികിത്സാകാലത്തെ കാണുകയായിരുന്നു ഇന്നസെൻ്റ്. എങ്കിലും ഭാര്യ ആലീസിന് കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ ഇന്നസെൻ്റ് ആകെ ഒലിഞ്ഞു പോയതായി തനിക്ക് അനുഭവപ്പെട്ടു എന്ന് ഡോക്ടർ ആമുഖക്കുറിപ്പിൽ എഴുതുന്നുണ്ട്. തനിക്ക് മാത്രമല്ല, ജീവിത പങ്കാളിക്കും ക്യാൻസറാണെന്ന് വന്നതോടെ അദ്ദേഹം എത്തിച്ചേർന്ന സംഘർഷപൂരിതമായ അവസ്ഥ നമുക്ക് ഊഹിക്കാനേ കഴിയൂ. ഈ സന്ദർഭമാണ് യാതനയുടെ പുഴയ്ക്കക്കരെ പച്ചപ്പ് കാത്തു നിൽക്കുന്നു എന്ന് പാഠ്യഭാഗം. യാതനയുടെ പുഴയ്ക്കക്കരെ പച്ചപ്പ് കാത്തു നിൽക്കുന്നു എന്ന ശീർഷകം രോഗിയായ ഇന്നസെൻ്റ് മാനസികാവസ്ഥയെ കൂടിയാണ് ധ്വനിപ്പിക്കുന്നത്. ഏറെ യാതനകളും മറികടക്കാൻ കഴിയുമെന്നും സന്തോഷകരവും സന്തുഷ്ടി നിറഞ്ഞതുമായിട്ടുള്ള ഒരു ജീവിതം നമുക്കായി കാത്തിരിക്കുന്നുണ്ടാവുമെന്ന ആത്മവിശ്വാസമാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനമെന്ന് ഈ ഭാഗത്ത് പറയുന്നു. ഇത്തരം ഒരു ശുഭാപ്തി ചിന്തകൾക്ക് ദുഃഖത്തെയും വേദനകളെയും വിഷാദത്തിലേക്ക് വഴുതി വീഴാതെ മറികടക്കാൻ കഴിയും. അർബുദ രോഗത്തെ ധീരമായി നേരിട്ട വ്യക്തി എന്ന നിലയിൽ ഇന്നസെൻറ്റിൻ്റെ ആത്മവിശ്വാസം കൂടിയിട്ടാണ് ഈ ശീർഷകം. താൻ മാത്രമല്ല, ജീവിത പങ്കാളിക്കും ക്യാൻസർ രോഗിയാണെന്നറിയുന്നതോടെ ഇന്നസെൻ്റ് ഒരേ സമയം രോഗിയും രോഗിയുടെ കൂട്ടിരിപ്പുകാരനുമാവുന്നു. രോഗം മാറുമെന്ന് സ്വയം വിശ്വസിക്കുന്നതോടൊപ്പം ഭാര്യയെ സമാശ്വസിപ്പിക്കേണ്ടി വരികയും ചെയ്യേണ്ട ഇരട്ട റോളിലാണ് അദ്ദേഹം ഈ ഘട്ടത്തിൽ. ഈ അവസ്ഥയാണ് ആകപ്പാടെ അദ്ദേഹത്തെ ഉലച്ചു കളഞ്ഞതായി ഡോക്ടർ ഗംഗാധരൻ ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരമൊരു അവസ്ഥ എത്ര ആത്മവിശ്വാസമുള്ള വ്യക്തിയെയും ആത്മസംഘർഷത്തിലേക്ക് എത്തിക്കും. എന്നാൽ ഇന്നസെൻ്റ് അക്കാലത്തേക്കും നിർമ്മലമായി നേരിട്ടതായി ഈ അധ്യായം നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. തൻ്റെയും ജീവിത പങ്കാളിയുടെയും രോഗാവസ്ഥയെക്കുറിച്ചിട്ടുള്ള ഇന്നസെൻറ്റിൻ്റെ വിശേഷണങ്ങൾ ശ്രദ്ധേയമാണ്. ഞാനും ആലീസും അടങ്ങുന്ന സന്തുഷ്ട ക്യാൻസർ കുടുംബം എന്ന പ്രയോഗം ഒന്നിലധികം തവണ കടന്നു വരുന്നതായി കാണാം. ഏത് ദുരിതത്തിനിടയിലും ജീവിതത്തെ നേർത്ത നർമ്മത്തോടെ കാണാനുള്ള ഇന്നസെൻറ്റിൻ്റെ കഴിവാണ് ഈ പ്രയോഗത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. മറ്റൊരു സന്ദർഭമാണ് അമേരിക്കയും ആഫ്രിക്കയും നമുക്ക് ഇത്ര വലിയ തലവേദനയാണ് എന്ന് എനിക്കിപ്പോൾ മനസ്സിലായത് എന്ന വാചകം. അതിൽ അമേരിക്കയിൽ നിന്നും സൗത്ത് ആഫ്രിക്കയിൽ നിന്നും 2 ബന്ധുക്കൾ ഫോൺ വിളിക്കുന്നതും ആലീസിനെ ഓപ്പറേഷനെ ചൊല്ലി ഭയപ്പെടുത്തിയതുമാണ് സന്ദർഭമായി. ഡോക്ടർമാർ നൽകിയ ആത്മവിശ്വാസം കൈവിടുകയും അവർ പരിഭ്രമിക്കുകയും ചെയ്യുന്നു ആ ഫോൺ വിളിയിൽ. ഈ സന്ദർഭത്തെ ഇന്നസെൻ്റ് കൈകാര്യം ചെയ്യുന്ന വിധം ആ വാചകങ്ങളിൽ നമുക്ക് തെളിഞ്ഞു കാണുന്നുണ്ട്. അത്തരത്തിൽ ആത്മവിശ്വാസവും ഇച്ഛാശക്തി എന്നതുപോലെ പ്രിയപ്പെട്ടവരോടുള്ള കരുതലും നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ അധ്യായം. രോഗിണിയായ ഭാര്യയെ പരിചരിക്കുന്നതിൽ ഇന്നസെൻ്റ് കാണിക്കുന്ന ശുഷ്കാന്തി ഈ അധ്യായത്തിൽ നിന്ന് കണ്ടെടുക്കാം. തൻ്റെ ചുറ്റുമുള്ളവരോടുള്ള കരുതൽ കൂടിയിട്ടാണ് വലിയ വ്യക്തിത്വങ്ങളുടെ അടയാളം. ഒരു മഹാരോഗത്തെ ധൈര്യമായി നേരിട്ടയാൾ എന്നതുപോലെ ചുറ്റുപാടിനുള്ള കരുണ കൂടിയിട്ടാണ് ഇന്നസെൻ്റ് എന്ന് ഈ അധ്യായം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.